യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നലെ നമ്മൾ ധ്യാനിച്ച സുവിശേഷ ഭാഗം ഒരു ധനികനായ യുവാവ് ക്രിസ്തുവിനോട് ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യേശുനാഥൻ അവനോട് അവസാനമായി പറയുന്നത് നീ എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക എന്നാണ്. പക്ഷെ അവനാകട്ടെ അത് കേട്ടിട്ട് സങ്കടത്തോടെ തിരികെ നടക്കുകയാണ്. അവനൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് പത്രോസ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിനോട് പറയുകയാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒരാൾ ഒന്നും ഉപേക്ഷിക്കാതെ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകുന്നു. പത്രോസ് ആകട്ടെ എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു, ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം യേശുനാഥൻ പത്രോസിന് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്, നീ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിനക്കത് കിട്ടും. എൻ്റെ നാമത്തിൽ നീ ഉപേക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ നീ ഒത്തിരി ഈ ഉപേക്ഷകൾ കാരണം സങ്കടപ്പെടേണ്ടി വരില്ല. കാരണം ഒത്തിരി അനുഗ്രഹങ്ങൾ നിനക്ക് ഇവിടെ കിട്ടും എന്ന് യേശുനാഥൻ പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ യേശുനാഥൻ വിഭാവനം ചെയ്ത സഭയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം യേശുവിനെ സംബന്ധിച്ച് സഭ ക്രിസ്തുവിൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെയാണ്, അപ്പനും ഒക്കെയാണ്. ക്രിസ്തുവിൻ്റെ ബന്ധുവാണ് ഈ സഭ എന്ന് പറയുന്നത്. അപ്പോൾ സഭയിലെ അംഗമാവുക വഴി സഭയിലെ ഓരോ അംഗങ്ങളും സഹോദരി സഹോദരങ്ങളും മാതാപിതാക്കന്മാരും ബന്ധുമിത്രാദികളൊക്കെ ആകുകയാണ്. ക്രിസ്തു വിഭാവനം ചെയ്തിരിക്കുന്ന സഭ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ആളുകളുടെ ഇടമാണെങ്കിലും വ്യത്യസ്ത ആളുകളെല്ലാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന ഇടമാണ്. അപ്പോൾ അവരൊക്കെ പരസ്പരം സഹോദരങ്ങളെ പോലെ പെരുമാറണം. അപ്പോൾ ഞാൻ യേശുനാഥനെ സ്വീകരിക്കാൻ വേണ്ടി എൻ്റെ കുടുംബം ഉപേക്ഷിച്ച് തിരുസഭയിൽ അംഗമായി മാറുമ്പോൾ സഭയിലെ അംഗങ്ങൾ എൻ്റെ സഹോദരങ്ങളായി മാറുകയാണ്. അപ്പോൾ യേശുനാഥൻ വിഭാവനം ചെയ്തിരുന്നത് അങ്ങനെ ആയിരുന്നു. ആദിമ സഭയിൽ അത് അങ്ങനെ തന്നെ ആയിരുന്നു. അവരെല്ലാം ഒരു മനസ്സോടും ഒരു ഹൃദയത്തോടും കൂടെ ജീവിച്ചിരുന്നവരും ക്രിസ്തുവിനെ ആരാധിച്ചിരുന്നവരുമായിരുന്നു. അപ്പോൾ ആ ഒരു സഭയുടെ വിഭാവനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. യേശുനാഥൻ ആഗ്രഹിച്ച രീതിയിലാണോ സഭയെന്ന് ആലോചിക്കണം. ഇന്ന് സഭയിലെ അംഗങ്ങളെ നമ്മൾ കാണുന്നത് സഹോദരങ്ങളെ പോലെയാണോ? അപ്പോൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തി തിരുസഭയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ സഹോദരങ്ങളെ കണ്ട് സ്വീകരിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കണം. പലപ്പോഴും ഇന്ന് അങ്ങനെയല്ല. സഭയിലെ അംഗങ്ങളായിരിക്കും നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നവരാണ് നമ്മൾ. സാധാരണ രീതിയിൽ നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണെങ്കിൽ നമ്മളവരെ സഹായിക്കാറുണ്ട്. പക്ഷേ ഇവിടെ യേശുനാഥൻ പറയുന്നത് സഭയിലെ അംഗങ്ങളൊക്കെ സ്വന്തം സഹോദരങ്ങളാണ്. ഈ ഒരു ബോധ്യവും ചിന്തയും നമുക്ക് ഉണ്ടാവണം. ഒപ്പം യേശുനാഥൻ പറയുന്ന ഒരു കാര്യമാണ്, പീഡനങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ പീഡനങ്ങളുടെ നടുവിൽ നമുക്കുള്ളൊരു ആശ്വാസം സഭയിലെ ഈ സ്നേഹബന്ധമാണ്. അത് ഇന്ന് കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. അവിടെ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കണം. യേശുനാഥൻ എന്നെ തിരുസഭയിൽ അംഗമാക്കിയിരിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ സഹനങ്ങളിൽ കൂട്ടുപോകുവാനും സഹനങ്ങളുടെ പീഡനങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കാനും ഒക്കെ ആയിട്ടാണ്. എന്നാൽ ഇന്നത് സാധ്യമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഒപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, ഞാൻ കാരണം എൻ്റെ സഭയിലുള്ളവർക്ക് സഹനങ്ങൾ ഉണ്ടാകാനും പാടില്ല. ഇവിടെ സഭ എന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ക്രിസ്തീയ മതത്തിൽ ഉൾപ്പെട്ടവരെ മാത്രം ആക്കി നമ്മൾ ചുരുക്കരുത്. ക്രിസ്തു വിഭാവനം ചെയ്തിരിക്കുന്ന സഭ എന്ന് പറയുന്ന എല്ലാ മനുഷ്യരും ഒന്നായിരിക്കുന്ന സഭയാണ്. കാരണം ക്രിസ്തുവിൽ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എല്ലാവരും. സഭയിലുള്ളവർ മാത്രമല്ല, ഈ ലോകം മുഴുവനും ഉള്ളവർ. അപ്പോൾ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളൊക്കെയാണ്. അപ്പോൾ അവരെയും നമ്മൾ മനുഷ്യരായി കണ്ട് സഹായിക്കണം. അവരും സഹോദരങ്ങളായി കണ്ട് അവരെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ട് അവരെയും സഹായിക്കേണ്ടത് നമ്മുടെ കടമയായി വരുന്നുണ്ട് തിരുസഭയിലെ അംഗം എന്ന നിലയ്ക്ക്. അപ്പോൾ ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു സുവിശേഷം ധ്യാനിക്കുമ്പോൾ യേശുനാഥൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എല്ലാവരെയും സഹോദരങ്ങളായി കണ്ട് അവരെയും സ്വീകരിക്കുവാനും അവരുടെ സഹനങ്ങളിൽ ഒരു സഹായിയായൊക്കെ മാറുവാനും നമുക്ക് കഴിയണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.